ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ നല്ല വെയിലാണ്. ഇറങ്ങി കരാമയിലാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ്. എൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഇരിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. അപ്പോൾ അരി വാങ്ങണമായിരുന്നു, പിന്നെ കറിക്ക് ബീഫ് വാങ്ങിയായിരുന്നു. ഈ ഐറ്റംസ് അറിയാമോ? BS എന്ന് പറയും. ഒരു നമ്മൾ ആപ്പിൾ പോലെയുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് വാങ്ങി. പിന്നെ അരി വാങ്ങി, പാലക്കാടൻ മട്ട ആണ് വാങ്ങിയത്. പിന്നെ തണ്ണിമത്തൻ വാങ്ങിയായിരുന്നു കേട്ടോ, തണ്ണിമത്തൻ. പിന്നെ ബീഫ് വാങ്ങി. ബീഫ് ഇപ്പോൾ നല്ല വിലയാണ് കേട്ടോ. ഇവിടെ ഏകദേശം പൈസ കണക്കാക്കുമ്പോൾ ഏകദേശം 10-700 രൂപയൊക്കെ വരും കേട്ടോ. ഏകദേശം 10-29 ദിറമൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ തണ്ണിമത്തൻ ഇവിടെ 1 ദിറമൊക്കെ ഉള്ളൂ കേട്ടോ. ചില സമയത്ത് 1.5-1 കിലോയ്ക്ക്. ഇപ്പോൾ ഏകദേശം 2 ദിറം, 2.5. പല കടകളിലും പല റേറ്റാണ് വരുന്നത്. ചെറുതായിട്ടൊക്കെ വില. ഇപ്പം മീനൊക്കെ ഭയങ്കര വില. ഞാൻ കയറി നോക്കിയായിരുന്നു. ഇപ്പോൾ നാട്ടിലും എല്ലാവരും പറയുന്നു നല്ല മീൻ കിട്ടാനില്ല. കറക്റ്റാണ്, ഇവിടെ നല്ല മീൻ കിട്ടും, പക്ഷേ നല്ല വിലയാണ്. ഇപ്പോൾ തന്നെ ബിരിയാണിക്ക് ഇപ്പം ബിരിയാണി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഈ ബക്കറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ബക്കറ്റ് പോലെ ചെറിയൊരു ടിന്നിൽ 2 പേർക്ക് കഴിക്കേണ്ട ബിരിയാണി വരും. അത് 19 ദിറമൊക്കെ ഉള്ളൂ കേട്ടോ. നാട്ടിലത്തെ ഏകദേശം ഒരു 480 രൂപയൊക്കെ ആയിരുന്നു. അതിപ്പം 26 ദിറമായിരിക്കുന്നു. ഏകദേശം 500-550 ഒക്കെ ആയി. അതിൽ ഒരു പുഴുങ്ങിയ മുട്ട കാണും, പിന്നെ 2 പീസ് ചിക്കൻ. നല്ല തമിഴ് ആൾക്കാർ വയ്ക്കുന്ന ബിരിയാണിയാണ്. നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വില കൂടി വീണ്ടും. 19 ആയിരുന്നത് അത് 7 ദിറം കൂടി. അപ്പം അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നഷ്ടമാണ്. അതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധനം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തേക്കും പറ്റും, നാളെ വേണമെങ്കിൽ ഓഫീസിലും കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്നെങ്കിൽ കഴിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറേ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. ഇപ്പോൾ ഇന്നൊരുത്ത കാര്യം നടക്കും. നമുക്ക് വേണമെങ്കിൽ ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കുകയും എല്ലാം ചെയ്യാം. പക്ഷേ അത് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ മസാല ചില സ്ഥലത്ത്, ഇപ്പോൾ എനിക്കായാലും ചില സ്ഥലത്തുള്ള ഫുഡ് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മസാല അവർ ചേർക്കുന്നത്. അതെല്ലാം ചിലപ്പോൾ എരിക്കളിച്ച് കൊണ്ടിരിക്കും, നെഞ്ചരിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ. പക്ഷേ ചില കടകളിൽ അവർ നമ്മളെ വീട്ടിൽ വയ്ക്കുന്നത് പോലെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ. നല്ല ഫുഡൊക്കെയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചില കടകളിലത് നല്ലതാണ്, ചില കടകളിൽ അറിയാമല്ലോ. പിന്നെ ചില കടകളിൽ എനിക്ക് ഈ കടയൊക്കെ നടത്തുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, പല കടകളിൽ നമ്മൾ ഇപ്പോൾ നമുക്കൊരു വയറ് വിശന്നോ ഇല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമെന്ന് കയറിയിട്ട് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഴംപൊരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കഴിക്കാറുണ്ടല്ലേ, ഓടിപ്പോയിട്ട്. ഇത് ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു സമയത്ത് അവർ ഓപ്പണാക്കുമ്പോഴും പല സമയത്തും ഇത്തിരി സൈസ് നമ്മൾ മാന്യമായിട്ടുള്ള ഒരു സാധനം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പവും കാരണമൊക്കെ കൊടുക്കുമോ, വലിപ്പത്തിലെങ്കിലും കൊടുക്കണമല്ലേ. പക്ഷേ ഒരുപാടല്ല എല്ലാ കടകളിലും കൊടുക്കണം. ചിലർ കാണിക്കുന്നത് കച്ചവടം കൂടുന്തോറും അവരുടെ സാധനത്തിൻ്റെ ക്വാളിറ്റി. അതുപോലെ തന്നെ ഈ നമ്മൾ ഒരു വാഴയ്ക്കപ്പം പഴംപൊരി കഴിക്കുമ്പം തന്നെ ഒരു പഴത്തിൽ എത്ര 2 ഒക്കെ ഉണ്ടാക്കാം. നമ്മൾ 2ആയിട്ട് കീറിയിട്ടൊക്കെ ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ അതിനെ 4 ആക്കുന്ന കാണാം. നമ്മളൊരു കടയിൽ കയറിയപ്പോൾ തീരെ ചെറുതാണ്. നമ്മൾ ഇപ്പം പൈസ കൊടുക്കുന്നുണ്ട്, പൈസ അത്രയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക തന്നെ ചെയ്യണം. നമ്മളെന്തായാലും നമ്മൾ കഴിക്കുന്നില്ല, നമ്മളതിൽ പൈസ ഉണ്ടാവും, നമുക്ക് പ്രശ്നം. പക്ഷേ ഒരു ഒരാൾ അത് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് ഒരു നേരത്തെ മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു ചായയും ഒരു വടയും കഴിക്കാൻ വരുമ്പം തീരെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇത്രയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് സാധാ സ്ഥലത്ത് നല്ല മനസ്സ് നിറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്, ചില സ്ഥലത്ത് അങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ അതുപോലെ ഒരു കടയിൽ കയറിയപ്പം ദോശ, നമ്മൾ പരമാവധി തട്ടുദോശ അറിയാമല്ലോ, അത് സാധാ ഒരു ദോശത്തിൽ നമ്മൾ ഒരു തവി മാവൊഴിച്ച് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 കഴിച്ച് കഴിഞ്ഞാൽ മതിയാവും. പക്ഷേ ഇത് അവർ ആദ്യം കഴിച്ചപ്പം കൊള്ളായിരുന്നു. രണ്ടാമത് ഞാൻ വേറെ ആൾക്കാർ കഴിക്കുന്നത് ചെറിയ നൈസായിട്ടൊക്കെ അതിൻ്റെ
ക്വാണ്ടിറ്റി തീരെ ഇതാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നതിന് മനസ്സറിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുക. അതുവഴി പൈസ കുറച്ച് കൂടുതൽ വാങ്ങാം. പൈസ കൂടുതൽ നിങ്ങൾ ആവശ്യത്തിന് വാങ്ങുമോ, നിങ്ങൾ മുതലാവുന്ന രീതിയിൽ. ഇപ്പോൾ 50 പൈസ കൂടുകയോ അല്ല 50 ഫിക്സ് കൂടുകയോ ചെയ്യുന്നതിലല്ല. നമ്മളത് കൊടുക്കുമ്പം നല്ല രീതിയിൽ കൊടുക്കുക. ഇല്ലാതെ നമുക്ക് സാധനത്തിൻ്റെ വില കൂടിയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് സാധനത്തിൻ്റെ വില കൂടി അതുകൊണ്ട് നമ്മൾ സൈസ് കുറയ്ക്കുന്നത്. അതെന്താണ്? അപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, സാധാരണക്കാർക്ക് വേണ്ടി. ഒരാൾ ഓടി വന്നിട്ട് ചൂടത്ത് ഒരു ഗ്ലാസ് ചില കടകളിൽ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു കടയിൽ നിന്ന് കുടിച്ചതാണ്. നാരങ്ങ വെള്ളം കൊടുക്കുന്നു. നാരങ്ങ വെള്ളം കൊടുക്കുന്നത് ഇത്രയുള്ള ഒരു കപ്പിലാണ് നാരങ്ങ വെള്ളം കൊടുക്കുന്നത്, ചെറിയൊരു കപ്പിൽ. അതിന് വില എത്ര? 15-20 രൂപ. അപ്പോൾ ഒരു സാധാരണ ഒരാൾ പോക്കറ്റിൽ നിന്ന് പൈസ നുള്ളിപ്പറക്കി കൊണ്ടുവന്നിട്ട് ഒരു കടയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് ചെന്ന് കുടിക്കണായിരിക്കും. അവന് ഇത്രയുള്ള കാര്യം ഒരു സോഡ നാരങ്ങയായാലും സോഡ ചിലയിടത്ത് കൊടുക്കുന്ന വലിയ ഗ്ലാസ്സിലാണ്, അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സാധാരണ കച്ചവടമുള്ള കടകളിൽ പിശുക്ക് കാണിക്കുന്നത് അതെന്തിനാണത്? അത് ഞാൻ അവിടെയും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോഴല്ലേ ഉള്ളൂ. അത് ചിലയിടത്ത് ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക തന്നെ ചെയ്യണം കേട്ടോ. അത് നമുക്കിത്തിരി ദാഹത്തിന് കൊടുക്കുക. വെള്ളമല്ലേ ദാഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ പൈസ 5 രൂപ കൂടിയാൽ ആ ദാഹം ഒരു ഗ്ലാസ് കുടിക്കാൻ തന്നെ അവന് വയറ് നിറയണം. അല്ലാതെ അതിൽ പിശുക്ക് കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കട നടത്തുന്ന ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ആലോചിക്കുക. നമുക്കെല്ലാം പൈസയല്ല, ബിസിനസ്സും അല്ല. അതിൻ്റെ കൂടെ കുറച്ച് മനുഷ്യത്വവും ഒക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇല്ലാതെ അതൊന്നും നമ്മൾ ഉണ്ടാക്കണമെന്നും നമ്മളെ കുടുംബത്തിന് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും നിലയ്ക്കത്തൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് ദയയും എല്ലാം കൂടെ വേണം. അതൊക്കെ നോക്കി എല്ലാവരും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിനി പതുക്കെ എന്നും ചില സമയങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യത്തില്ല, ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ചോറും ബീഫ് കറിയൊക്കെ വയ്ക്കണം.